വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 6ാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ മറ്റ് ഇഷ്യൂസ് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ നമുക്കൊട്ടും സമയം കളയാതെ കഥയിലേക്ക് പോകാം. ഡൂംസെഡിലെ ഇല്ലിനോയ്സിലൂടെ സ്പൈഡർ മൊബൈലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലോഗനെയും ഹോക്കയെയും വെനം എന്ന സിംബിയോട്ട് ബോണ്ടായ ടൈറാനോസോറക്സ് റെക്സ് അഥവാ വെനമോസോറക്സ് റെക്സ് പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ട ഹോക്കൈ സ്പൈഡർ മൊബൈലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മെഷീൻ ഗൺ ഉപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്യുകയാണ്. ലോഗനെയും ഹോക്കയെയും വെനമോസോറക്സ് റെക്സ് പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെല്ലാം മറ്റെവിടെയോ ഏതോ ഒരു ബേസിൽ നിന്നുകൊണ്ട് ആരോ നിരീക്ഷിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ സ്പൈഡർ മൊബൈലിൽ ഇരിക്കുന്നത് ലോഗനും ഹോക്കയുമാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി. സ്പൈഡർമാനെ എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്ന ഏലിയൻ സിംബിയോട്ടായ വെനമാണ് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി അവരെ വെനത്തിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബ്ലാക്ക് ബോൾട്ടിനെ അവിടേക്ക് അയക്കുകയാണ്. കാരണം ബ്ലാക്ക് ബോൾട്ടിന്റെ സോണിക് സ്ക്രീം വളരെ പവർഫുൾ ആണെന്നും മാത്രമല്ല ബ്ലാക്ക് ബോൾട്ടിന്റെ സോണിക് സ്ക്രീമിന്റെ ശബ്ദം വെനത്തിന് വീക്ക്നെസ് ആണെന്നും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ആ വ്യക്തി ഒരു സ്ത്രീയാണ്. വെനമോസോറക്സ് റെക്സിനെ ഷൂട്ട് ചെയ്യുന്നത് കണ്ണുപൊട്ടനായ ഹോക്കൈ ആയിരുന്നു. ഹോക്കൈ എത്ര ഷൂട്ട് ചെയ്തിട്ടും വെനമോസോറക്സ് റെക്സിന് ഒന്നും സംഭവിക്കുന്നില്ല. വെനം എന്ന സിംബിയോട്ട് ബോണ്ടായ എന്തിനേയും ഷൂട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് ലോഗനും ഹോക്കയും ഇവിടെ മനസ്സിലാക്കുകയാണ്. വെനമോസോറക്സ് റെക്സിന്റെ പക്കൽ നിന്ന് അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന സ്പൈഡർ മൊബൈലിന്റെ മുന്നിലേക്ക് കോട്ടൊക്കെ ഇട്ട് ഒരു വടിയും പിടിച്ചുകൊണ്ട് ഒരു മൊട്ടത്തലയും വന്ന് നിൽക്കുന്നത് കണ്ട ലോഗൻ പെട്ടെന്ന് തന്നെ സ്പൈഡർ മൊബൈൽ ഒറ്റ ടയറിൽ പൊക്കി ഡ്രിഫ്റ്റ് ചെയ്ത് അയാളെ ഇടിക്കാതെ ഒതുക്കി നിർത്തുകയാണ്. ലോഗൻ നോക്കുമ്പോൾ ആ മൊട്ടത്തലയൻ വാ തുറന്ന് തന്റെ സോണിക് സ്ക്രീം പുറപ്പെടുവിച്ചതും അതിന്റെ ആഘാതത്തിൽ ടൈറാനോസോറക്സ് റെക്സിന്റെ ദേഹത്തിൽ നിന്നും ടൈറാനോസോറക്സ് റെക്സുമായിട്ട് ബോണ്ടായ വെനം എന്ന സിംബിയോട്ട് ചിതറി തെറിച്ചു പോവുകയാണ്. അതെ, വെനം എന്ന സിംബിയോട്ട് ഇല്ലാതായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ടൈറാനോസോറക്സ് റെക്സും മരണപ്പെട്ടിരിക്കുന്നു. ഒട്ടും സമയം പാഴാക്കാതെ ബ്ലാക്ക് ബോൾട്ട് ലോഗനെയും ഹോക്കയെയും സ്പൈഡർ മൊബൈലിനെയും ടെലിപ്പോർട്ട് ചെയ്യിപ്പിച്ച് ഒരു ഫോർബിഡൻ ക്വാർട്ടറിലേക്ക് എത്തിക്കുകയാണ്. ലോഗനെയും ഹോക്കയെയും വെനമോസോറക്സ് റെക്സിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബ്ലാക്ക് ബോൾട്ടിനെ അയച്ചത് മറ്റാരുമല്ല, അത് എക്സ്മെൻ എന്ന ടീമിലെ മെമ്പർ ആയിരുന്ന എമ്മ ഫ്രോസ്റ്റ് ആയിരുന്നു. എമ്മ ഫ്രോസ്റ്റിനെ കണ്ടതും ലോഗൻ അതിശയിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ ലോഗനെയും ഹോക്കയെയും കിഡ്നാപ്പ് ചെയ്തൊന്നുമല്ല ആ ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്നത്, പകരം അവരെ റെസ്ക്യൂ ചെയ്യാനാണ്. ലോകത്തിലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള സൈക്കിക്കാണ് എമ്മ ഫ്രോസ്റ്റ്. ആക്ച്വലി എമ്മ ഫ്രോസ്റ്റിന് നല്ല പ്രായം തോന്നിക്കേണ്ടിയതാണ്. എമ്മ ഫ്രോസ്റ്റിന് പ്രായം തോന്നിക്കാത്തത് എന്താണെന്ന് വെച്ചാല് എമ്മ ഫ്രോസ്റ്റ് തന്റെ പവേഴ്സ് ഉപയോഗിച്ച് താൻ എങ്ങനെയാണോ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് അവളെ ആ രൂപത്തിലേക്ക് മാറ്റി. അതായത് ഏത് രൂപത്തിലാണോ അവൾ കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ അവളെ കാണുമ്പോൾ ആ രൂപത്തിലായിരിക്കും എല്ലാവരും എമ്മ ഫ്രോസ്റ്റിനെ കാണുന്നത്. ആക്ച്വലി അവർ ഇപ്പോൾ നിൽക്കുന്ന ബേസ് പോലും പുറമെ കാണുന്ന പോലെ അത്ര മനോഹരമല്ല. ഭാവിയിൽ മ്യൂട്ടൻസിന് പീഡനങ്ങളെ ഭയക്കാതെ ജീവിക്കാൻ പറ്റിയ ഭൂമിയിലെ അവസാന സ്ഥലമാണിത്. ഇപ്പോൾ 20 പേരാണ് മ്യൂട്ടൻസ് ആയിട്ട് നിലവിലുള്ളത്. 40ഓളം വർഷങ്ങളായിട്ട് ഒരൊറ്റ മ്യൂട്ടന്റ് പോലും ജനിച്ചിട്ടില്ല. ആക്ച്വലി എമ്മ ഫ്രോസ്റ്റും ഒരു സർവൈവർ ആണ്. എമ്മ ഫ്രോസ്റ്റ് അവളുടെ ഹസ്ബൻഡിനെ വിവാഹം ചെയ്തതുകൊണ്ടാണ് 20ഓളം മ്യൂട്ടൻസ് ഇപ്പോഴും ജീവനോടെ ഉള്ളത്. അതെ, എമ്മ ഫ്രോസ്റ്റ് വിവാഹം ചെയ്തിരിക്കുന്നത് സാക്ഷാൽ വിക്ടർ വോൺ ഡൂം അഥവാ ഡോക്ടർ ഡൂമിനെയാണ്. ഒരു സൂപ്പർ ഹീറോ ആകണമെന്ന് നിനക്കിപ്പോഴും ആഗ്രഹമുണ്ടല്ലേ? നിന്റെ ഉള്ളിൽ നീ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ പെട്ടിയിൽ എന്താണ് ഉള്ളതെന്നും എനിക്ക് മനസ്സിലായി എന്ന് എമ്മ ഫ്രോസ്റ്റ് ഹോക്കയോട് പറയുമ്പോൾ, നിനക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. ആ പെട്ടിക്കുള്ളിൽ എന്താണെന്നും നീ രഹസ്യമാക്കി തന്നെ വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ഹോക്കൈ എമ്മ ഫ്രോസ്റ്റിനോട് മറുപടിയായിട്ട് പറയുന്നു. സ്പൈഡർ മൊബൈലിന് പറ്റിയ കേടുപാടുകളൊക്കെ മാറ്റി സ്പൈഡർ മൊബൈലിനെ ലോഗനും ഹോക്കൈക്കും തിരികെ നൽകുകയാണ് എമ്മ ഫ്രോസ്റ്റ്. എന്നിട്ട് എമ്മ ഫ്രോസ്റ്റ് ലോഗനോട് ചോദിക്കുവാണ്, നീ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ആ സമാധാനപരമായ ജീവിതം നിനക്ക് ലഭിച്ചോ? കാലിഫോർണിയയിലെ നീ കെട്ടിപ്പടുത്തിയ ജീവിതം, ആ ജീവിതം നിനക്ക് സംതൃപ്തി നൽകുന്നുണ്ടോ? നിന്റെ ഭാര്യയും കുട്ടികളുമായിട്ട് ജീവിക്കുന്നതിൽ നീ സന്തുഷ്ടനാണോ എന്നൊക്കെ. എമ്മ ഫ്രോസ്റ്റിന്റെ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം മാത്രമേ ലോഗൻ മറുപടിയായിട്ട് പറഞ്ഞുള്ളൂ, നിനക്ക് എന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന്. അങ്ങനെ ഡൂംസെഡിലെ ഇല്ലിനോയ്സിൽ നിന്ന് സ്പൈഡർ മൊബൈലിൽ യാത്രയാകുന്ന ലോഗനെയും ഹോക്കയെ നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ ബേസ്മെന്റിന്റെ മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. അതെ, ഡൂംസെഡിന്റെ അധിപതിയായ ഡോക്ടർ ഡൂം ആയിരുന്നു അത്.
ഒഹായോയിലെ ഓസ്ബോൺ കൗണ്ടിയിലൂടെ സ്പൈഡർ മൊബൈലിൽ ന്യൂ ബാബിലോണെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ പോലും ലോഗന് ഒരൊറ്റ കാര്യം മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ: അവർ കൊണ്ടു നടക്കുന്ന പാക്കേജിൽ ഡ്രഗ്സ് ആണോ എന്ന്. എന്നാൽ അതിനെപ്പറ്റി ലോഗൻ ഹോക്കൈയോട് ചോദിക്കുമ്പോഴെല്ലാം ഹോക്കൈ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ച് കണക്റ്റിക്കട്ടിലെ പിംഫോൾസിലൂടെ യാത്ര ചെയ്യുന്ന ലോഗന്റെ അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാകാം അവർ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ സ്ഥലത്തിന് പിംഫോൾസ് എന്ന പേര് ലഭിച്ചതെന്ന്. അവർ കുറെ കൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് ആ സ്ഥലത്തിന് പിംഫോൾസ് എന്ന പേര് എങ്ങനെയാണ് ലഭിച്ചതെന്ന് ലോഗൻ മനസ്സിലാക്കുന്നത്. അതെ, ജയന്റ് മാനായ ഹാങ്ക് പിം മരണപ്പെട്ട് നിലം പതിച്ചത് പിംഫോൾസിൽ വെച്ചിട്ടാണ്. അവിടെ ഇപ്പോൾ ഹാങ്ക് പിമിന്റെ ഭീമാകാരമായ അസ്ഥികൂടമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ദീർഘനേരത്തെ അപകടകരമായ യാത്രകൾക്ക് ശേഷം ലോഗനും ഹോക്കയും ന്യൂ ബാബിലോണിലേക്ക് എത്തിയിരിക്കുകയാണ്. അറിയാമല്ലോ, ന്യൂ ബാബിലോൺ സ്ഥിതി ചെയ്യുന്നത് ദ പ്രസിഡന്റ്സ് ക്വാർട്ടറിലാണ്. ദ പ്രസിഡന്റ്സ് ക്വാർട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് യുഎസിന്റെ പ്രസിഡന്റായ റെഡ് സ്കൾ ആണ്. ലോഗന് ശരിക്കും തന്റെ ഫാമിലിയെ ഓർത്തിട്ട് പേടിയുണ്ട്. കാരണം ഹോക്കയുടെ ഒറ്റ വാക്കിലാണ് ലോഗൻ ആ പാക്കേജ് ഡെലിവർ ചെയ്യാൻ ന്യൂ ബാബിലോണിലേക്ക് എത്തിയത്. അഥവാ ലോഗന് താൻ ഉദ്ദേശിച്ച പണം കിട്ടാതെ വന്നാൽ ഹൾക്ക് ഗ്യാങ് ലോഗന്റെ കുട്ടികളെയും ഭാര്യയും കൊന്നു തിന്നുമെന്ന് ഉറപ്പാണ്. ലോഗനും ഹോക്കയും ഒരു തെരുവിലൂടെ നടന്ന് ഒരു സീക്രട്ട് ബേസിന്റെ പക്കലേക്ക് എത്തുമ്പോൾ, ലോഗൻ, നീ പേടിക്കേണ്ട, നീ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ കയ്യിലുള്ള പാക്കേജിൽ ഡ്രഗ്സ് ഒന്നുമല്ല എന്ന് ഹോക്കൈ ലോഗനോട് പറയുകയാണ്. ബേസ്മെന്റിലേക്ക് കയറി ചെന്ന ഹോക്കൈ ടൊബായസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരാളെ അന്വേഷിക്കുകയാണ്. ഹോക്കൈക്ക് ആ പാക്കേജ് ഡെലിവർ ചെയ്യേണ്ടത് ടൊബായസിന്റെ പക്കലാണ്. ഊട്ടായിൽ വെച്ച് മൊളോയിഡുകൾ ഹോക്കൈയെയും ലോഗനെയും ആക്രമിച്ചതായിട്ട് ടൊബായസ് അറിഞ്ഞിരുന്നു. മൊളോയിഡുകളുടെ ആക്രമണത്തിൽ നിന്ന് ഹോക്കൈക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നായിരുന്നു ടൊബായസ് കരുതിയത്. യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ട് കൂടി അവയെല്ലാം തരണം ചെയ്താണ് ഹോക്കൈ ആ പാക്കേജ് ടൊബായസിന് കൈമാറാൻ പോകുന്നത്. ലോഗൻ ധരിച്ചു വെച്ചതുപോലെ ആ പാക്കേജിൽ ഡ്രഗ്സ് ഒന്നുമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ പാക്കേജിൽ 99 വയൽസ് സൂപ്പർ സോൾജർ സെറമായിരുന്നു ഉണ്ടായിരുന്നത്. ഹോക്കൈ ഈ സൂപ്പർ സോൾജർ സെറം ടൊബായസിന് കൈമാറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ടൊബായസ് ഒരു റിബൽ അലയൻസിനെ രൂപീകരിക്കുന്നുണ്ട്. അതായത് ഒരു സൂപ്പർ ടീമിനെ രൂപീകരിക്കുന്നുണ്ട്, അതും യുഎസിന്റെ പ്രസിഡന്റായ റെഡ് സ്കളിനെതിരെ. ആ സൂപ്പർ ടീമിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ആ 99 വയൽ സൂപ്പർ സോൾജർ സെറം ഹോക്കൈ ടൊബായസിന് കൈമാറിയത്. സൂപ്പർ സോൾജർ സെറം ഒരു കേടുപാടുകളും കൂടാതെ തന്റെ കൈകളിലേക്ക് എത്തിയ സന്തോഷത്തിലാണ് ടൊബായസ്. ഇതിന് പ്രത്യുപകാരമായിട്ട് നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ടൊബായസ് ഹോക്കൈയോട് ചോദിക്കുമ്പോൾ, പണമൊന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് നിന്റെ ഒരു ഉറപ്പ് മാത്രം മതി. ആ സൂപ്പർ ടീമിൽ എനിക്കും ഒരു സ്ഥാനം വേണം. അതോടൊപ്പം തന്നെ ഒരു വയൽ സൂപ്പർ സോൾജർ സെറവും എനിക്ക് വേണം. റെഡ് സ്കളിനെതിരെ എനിക്ക് പോരാടണം. അവൻ എന്റെ സുഹൃത്തുക്കളെ എല്ലാം കൊന്നവനാണ്. ആ സൂപ്പർ ടീമിൽ ഇപ്പോൾ തന്നെ എന്നെയും ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഡീല് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് ഹോക്കൈ ടൊബായസിനോട് മറുപടിയായിട്ട് പറയുന്നത്. അത് കേട്ടതും തന്റെ സൂപ്പർ ടീമിൽ നിനക്ക് ഉറപ്പായിട്ടും ഞാനൊരു സ്ഥാനം നൽകാമെന്ന് ടൊബായസ് ഹോക്കൈയോട് പറയുമ്പോൾ ഹോക്കൈ വളരെയധികം സന്തോഷവാനായി. പെട്ടെന്ന് തന്നെ എന്തോ ഒരു അപകടം സെൻസ് ചെയ്ത ലോഗൻ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയതും ടൊബായസിന്റെ ഗാർഡ്സ് ലോഗനെ തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്ത് ആക്രമിക്കുകയാണ്. വെടിയൊച്ചകൾ കേട്ട് തിരിഞ്ഞു നോക്കിയ ഹോക്കയുടെ നെഞ്ചിലേക്ക് ടൊബായസ് ഷൂട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ലോഗനും ഹോക്കയും ചെന്ന് പെട്ടത് ഒരു വലിയ ട്രാപ്പിലേക്കായിരുന്നു. ടൊബായസിന് സൂപ്പർ സോൾജർ സെറം വേണമായിരുന്നു. എന്നാൽ അവൻ റെഡ് സ്കളിനെതിരെ സൂപ്പർ ടീമിനെ ഉണ്ടാക്കി അവയെ ഒരു റിബൽ അലയൻസ് ആക്കി മാറ്റാനൊന്നും യാതൊരു പദ്ധതിയും ഇട്ടിരുന്നില്ല. ആക്ച്വലി ഈ ടൊബായസ് പോലും വർക്ക് ചെയ്യുന്നത് യുഎസിന്റെ പ്രസിഡന്റായ റെഡ് സ്കളിന് വേണ്ടിയിട്ടാണ്. തങ്ങൾക്ക് ഇനി രക്ഷയില്ല, തങ്ങൾ ഇനി രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് മനസ്സിലാക്കിയ ഹോക്കൈ, നീ എന്താണോ ഞങ്ങളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തോളാൻ ടൊബായസിനോട് പറയുകയാണ്. അത് കേൾക്കേണ്ട താമസം ടൊബായസ് തന്റെ ഗണ്ണ് ഹോക്കയുടെ നേരെ പിടിച്ച് ഹോക്കയുടെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്യുന്നതോടെ വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 6ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ലോഗന് ഹീലിംഗ് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ലോഗൻ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഹോക്കൈക്ക് പ്രത്യേകിച്ച് പവേഴ്സ് ഒന്നും തന്നെയില്ല. ഹോക്കൈ ടൊബായസിന്റെ കൈയാൽ മരണപ്പെട്ടിരിക്കുന്നു. റെന്റ് അടയ്ക്കാനുള്ള പണം ലോഗൻ ഇനി എവിടെ നിന്നാകും കണ്ടെത്തുക? റെന്റ് അടയ്ക്കാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ ലോഗന്റെ ഫാമിലിയെ ഉറപ്പായിട്ടും ഹൾക്ക് ഗ്യാങ് കൊന്നു തിന്നും. സോ ഇനിയുള്ള ഇഷ്യൂസ് മറക്കാതെ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.